ഗ്രീൻ ഹരിതകർമ്മസേനയുടെ ഭാഗമായും നമ്മുടെ കോളേജിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും എല്ലാ അധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഇനി നമുക്ക് കീനോട്ട് അഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിൻസിപ്പലിനെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും കാണാമെന്നും കേൾക്കാമെന്നും വിചാരിക്കുന്നു. കേൾക്കാമോ? ഒന്നും പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ലോകമെമ്പാടും ആഘോഷിക്കുകയാണ് ഇന്ന് പരിസ്ഥിതി ദിനമായി. എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ എന്നതാണ് ഈ വർഷത്തെ തീം. പലപ്പോഴും നമ്മൾ ലോകദിനങ്ങൾ ഇതുപോലെ ആഘോഷിക്കാറുണ്ട്. വനിതാ ദിനം, മാതൃദിനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കാറുണ്ട്. പക്ഷെ ആ ആഘോഷവുമായി ബന്ധപ്പെട്ട് ആ ദിവസം മാത്രം നടക്കുന്ന ഒരു പ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങുകയും അത് കഴിഞ്ഞിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും അത്തരം പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് എമ്പാടും നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഏത് വർഷം ഏത് ദിനാഘോഷത്തിന്റെ പിന്നിലും ഉള്ള തീമുകൾ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ഓരോ തീമുകളും ചില മാറ്റങ്ങളോടുകൂടി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായി കാണാം. അതിനർത്ഥം ആ തീം ബേസ്ഡ് ആയിട്ട് നമ്മൾ ആ ദിവസം മാത്രം ആഘോഷിക്കുകയും പിന്നീടുള്ള ദിവസങ്ങൾ അത് മറന്നു പോവുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സാധാരണ പുലർത്തിക്കൊണ്ടുവരുന്ന കാര്യം. ആറ്റിങ്ങൽ പോളിടെക്നിക്കിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള പോളിടെക്നിക്കുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നതുപോലെ തന്നെ ഈ മഹാമാരിയുടെ കാലത്ത് നമുക്ക് ഒത്തുചേരാനോ നമുക്ക് സാധാരണ വിദ്യാഭ്യാസത്തിലേക്ക് പോകാനോ സാധാരണ കാര്യങ്ങൾ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ നടത്താനോ കഴിഞ്ഞില്ല. പക്ഷേ മഹാമാരി ആയിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ ഈ ജൂൺ 1 മുതൽ ഈ അക്കാഡമിക് ഇയർ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ പോളിടെക്നിക്കിലെ അധ്യാപകരും ഓഫീസും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഈ പോളിടെക്നിക്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അതുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ 2 കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അധ്യാപകർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി തുടങ്ങി വെച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്ന റോബോട്ടിക്സ് ലാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന പ്രൊഡക്ഷൻ സെന്റർ, വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യുന്ന പ്രൊഡക്ഷൻ സെന്ററുമായുള്ള പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളെ ഇന്ന് ഈ എൻവയോൺമെന്റൽ ഡേയിൽ ഞാൻ നിങ്ങളെ അഡ്രസ് ചെയ്യുന്നത്. 1 വർഷം നീണ്ടു നിൽക്കുന്ന മിഷൻ ഗ്രോ ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുന്നത്. ആ ഗ്രോ എന്ന വാക്കിന്റെ അർത്ഥം ജനറേഷൻ ഫോർ ക്രിയേറ്റിംഗ് അവർ വേൾഡ് എന്നാണ്, റീക്രിയേറ്റിംഗ് അവർ വേൾഡ് എന്നാണ്. അതായത് ക്രിയേറ്റിംഗ് എ ജനറേഷൻ ഫോർ റീക്രിയേറ്റിംഗ് അവർ വേൾഡ്. നമുക്കറിയാം, കോവിഡ് വന്നു, വൈറസ് വന്നു. സ്വാഭാവികമായും നമുക്കതിന്റെ പ്രതിരോധത്തിന് മാർഗങ്ങൾ നമുക്കറിയാൻ കഴിയാതെ പോയി. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷെ പ്രകൃതിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മളെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു ജീവി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഭക്ഷിക്കുന്ന ഒരു ജീവിയും പ്രകൃതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ഇപ്പോഴുണ്ടായ വൈറസിനെ ഭക്ഷിക്കുന്ന വൈറസ് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. വൈറസ് ഈറ്റിംഗ് വൈറസ് എന്നാണ് അതിനെ പറയുന്നത്. അതിന് മറ്റൊരു നാമവുമുണ്ട്. നിർഭാഗ്യവശാൽ അതിപ്പോൾ മെഡിറ്ററേനിയൻ ഭാഗത്തും അറ്റ്ലാന്റിക് ഭാഗത്തും മാത്രമേ, സമുദ്ര ഭാഗത്തും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ അതില്ല. നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമായി നമ്മൾ പുലർത്തിക്കൊണ്ടുവന്നിരുന്ന വികസനം എന്ന പേരിൽ പുലർത്തിക്കൊണ്ടുവന്നിരുന്ന പ്രകൃതിക്ക് ഇണങ്ങാത്ത തരത്തിലുള്ള നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമായി
ഇവയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് എക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ ഒരു പ്രധാന ഭാഗമായി യുണൈറ്റഡ് നേഷൻസ് തീരുമാനിക്കുകയും ലോക ജനതയാകുകയും അതിലേക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുകയും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗമായി ട്രാൻസ്ഫോമിംഗ് അവർ വേൾഡ് ദ 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്ലാൻ യുണൈറ്റഡ് നേഷൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതായത് 17 ഗോളുകൾ അവർ നിശ്ചയിക്കുകയും എല്ലാ രാജ്യങ്ങളും അത് അച്ചീവ് ചെയ്യാനായിട്ടുള്ള കർമ്മപരിപാടികളുമായി മുന്നോട്ട് പോകണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. 17 എണ്ണമാണ് അതിലുള്ളത്. അതിൽ 4 എണ്ണം വളരെ പ്രസക്തമായ കാര്യങ്ങളാണ്. ഒന്ന്, എൻഷുർ സസ്റ്റൈനബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ പാറ്റേൺസ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതും നമ്മൾ അതിനെ ബേസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെയും പാറ്റേൺസ് സസ്റ്റൈനബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഭാവി തലമുറകൾക്കും കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പ്രകൃതിക്ക് ഇണങ്ങുന്നതായിരിക്കണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഒരു ഗോൾ. ഈ ദിനത്തിൽ അത് പ്രസക്തമാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഗോൾ അതിൽ പറയുന്നത് ടേക്ക് അർജന്റ് ആക്ഷൻ ഫോർ കോംബാറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഉണ്ടാകുന്നുണ്ട്. അതിന് അർജന്റ് ആക്ഷൻ എടുക്കണം എന്നുള്ളത് അതും എൻവിറോൺമെന്റൽ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് പ്രസക്തമാണ്. കൺസർവ് ആൻഡ് സസ്റ്റൈനബിളി യൂസ് ദി ഓഷ്യൻ, സീസ് ആൻഡ് മറൈൻ റിസോഴ്സസ്. കടലും സമുദ്രവും അതുപോലെ പുഴകളും ഒക്കെ സംരക്ഷിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഗോൾ. പ്രൊട്ടക്ട്, റിസ്റ്റോർ ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ടെറിസ്റ്റോറിയൽ എക്കോസിസ്റ്റം, സസ്റ്റൈനബിളി മാനേജ് ഫോറസ്റ്റ്, കോംബാറ്റ് ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഹോൾഡ് റിവേഴ്സ് ലാൻഡ് ഡീഗ്രഡേഷൻ ആൻഡ് ഹോൾഡ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഈ 4 കാര്യങ്ങളും എൻവിറോൺമെന്റൽ ഡേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വരുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 17 ഗോളുകളിൽ 4 ഗോളുകളും എൻവിറോൺമെന്റുമായി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ മഹാമാരിയായി ബന്ധപ്പെട്ടും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. 2015 ബിൽ ഗേറ്റ്സ് പ്രവചിച്ചു കൊറോണ വൈറസ് എന്ന് പറയുന്ന വൈറസ് ഉണ്ടാകുമെന്നും അത് ലോക ജനതയെ ബാധിക്കുമെന്നും 30 മില്യൺ ആൾക്കാർ മരിക്കുമെന്നും 2015 അദ്ദേഹം ഒരു ടെഡ് ടോക്കിൽ വെച്ച് പ്രസംഗിക്കുകയുണ്ടായി. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ വൈറസിന്റെ ഘടന എങ്ങനെയിരിക്കും എന്നുള്ള ചിത്രം പോലും 2015 അദ്ദേഹം അവിടെ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ്. ബിൽ ഗേറ്റ്സും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും WHO-യും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരുന്ന് റിസർച്ച് കമ്പനികളുമായുള്ള ബന്ധവും ഇൻഫോർമേഷൻ ടെക്നോളജിയുമായിട്ടുള്ള ബന്ധവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ 2021 അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നു 2026-28 ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട മഹാമാരിയായിരിക്കും ലോകത്തിനെ പിടിച്ചുകുലുക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, ഇതിനെ തടയാൻ മാർഗമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാർഗമില്ല, പകരം ജനങ്ങൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാനും വീട്ടിനകത്ത് അടച്ചിരിക്കാനും സോഷ്യൽ ഗ്യാതറിംഗിലേക്ക് പോകാതിരിക്കാനും പഠിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഒരു സൂചനയുണ്ട്, അതൊരു ദുസൂചന തന്നെയാണ്. ബിൽ ഗേറ്റ്സിന്റെ ബന്ധം ഈ ക്ലൈമറ്റ് ചേഞ്ചിന് ദോഷകരമായി മാറുന്ന കമ്പനികളുമായും കൂടി ഉണ്ട് എന്നുള്ളത് ചേർത്ത് വായിക്കുമ്പോഴാണ് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാത് രാജ്യങ്ങൾ, അതാത് പ്രദേശത്തെ ആൾക്കാർ ക്ലൈമറ്റ് ചേഞ്ച് നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത്തരം വൻവന്മാരുടെ ഇടപെടലിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. എന്താണത്? ചില ഗ്യാസുകൾ ട്രാപ്പ് ചെയ്ത് ഒരു കുമിള പോലെ ട്രാപ്പ് ചെയ്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ നിൽക്കുകയും നമ്മുടെ ഭൂമിയെയും നമ്മുടെ ഭൂഗോളത്തെ മുഴുവൻ ചൂടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് ഗ്ലോബൽ വാർമിംഗ്. അതിന് പ്രധാന കാരണമായി പറയുന്നത് ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടതാണ്.
വാഹനത്തിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസിന്റെ എമിഷൻസ്. രണ്ടാമത് നമ്മൾ പറയുന്നത് ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടത്. കാരണം ഇത് രണ്ടും നമ്മൾ പറയാൻ കാരണം ഈ പലപ്പോഴും ഈ സെക്ടറുകളിൽ നമ്മൾ പവർ ജനറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഫോസിൽ ഫ്യൂവൽസ് ആണ്. ഓയിൽ, ഗ്യാസ്, കോൾ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളപ്പെടും. അത് ഹീറ്റിനെ ട്രാപ്പ് ചെയ്യാനും ഒരു കുമിള പോലെ നമ്മുടെ അന്തരീക്ഷത്തിലും മണ്ഡലത്തിൽ നിൽക്കാനും ഭൂഗോളത്തിനെ മുഴുവൻ ചൂടാക്കാനും പ്രാപ്തമാണ്. അതുപോലെ മറ്റൊരു അപകടം എന്ന് പറയുന്നത് മീഥേൻ ഗ്യാസ് ആണ്. ഈ മീഥേൻ ഗ്യാസ് ഉണ്ടാകുന്നത് പലപ്പോഴും മൃഗങ്ങളിൽ നിന്നാണ്. പശു, പോത്ത് തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നാണ്. അതിനെക്കുറിച്ച് അല്പം കൂടി പിന്നീട് പറയാം. പിന്നീടുണ്ടാകുന്ന ഗ്ലോബൽ വാർമിങ്ങിന് കാരണം എന്ന് പറയുന്നത് ഓയിലും കോളും പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ക്ലൈമറ്റിനെ ബാധിക്കാനായിട്ട് പോകുന്ന കാര്യമെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിന് എന്താണ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിന് എന്താണ് മാർഗമെന്ന് നോക്കുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങൾ, നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയും കൂടി ഓർക്കണം. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് മുൻകാലങ്ങളിൽ നമ്മൾ ഡീഫോറസ്റ്റ് ചെയ്ത് വികസനം ഉണ്ടാക്കി. ഇനി റീഫോറസ്റ്റേഷൻ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മരങ്ങൾ, ചെടികൾ, ഇലകൾ ഇതെല്ലാം കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷന്റെ രീതികൾ മാറേണ്ടതുണ്ട്. നമ്മുടെ ഇവിടെ ഓട്ടോമൊബൈൽ ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കേണ്ട എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് കഴിയില്ല. ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുമ്പോൾ പോലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യുക, വളരെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഫ്യൂലിന്റെ കൺസംഷൻ കൂടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതുപോലെ കഴിയുന്നത് ഏറ്റവും അടുത്തൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള വാഹനങ്ങൾ വാങ്ങിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. വീടുകളിൽ നമ്മൾ ഹീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും എലമെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാട്ടർ ഹീറ്റർ ആകട്ടെ, ടേപ്പ് വെട്ടി ആകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇത് കഴിയുന്നതും അത് വളരെ കുറച്ച് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ശീലിക്കും. നമ്മൾ അറിയുന്നില്ല അതിൽ നിന്ന് ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ എമിറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ വീടുകളിലും ഒക്കെ തങ്ങി നിൽക്കുന്നു, നമ്മുടെ അന്തരീക്ഷത്തിലെല്ലാം തങ്ങി നിൽക്കുകയും അത് പിന്നീട് അത് ദോഷം ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് നമുക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. എല്ലാ ബിഗ് അസറ്റ് കമ്പനികളോടും നമ്മൾ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, കോൾ ആയി ബന്ധപ്പെട്ട കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർത്തണം എന്നാവശ്യപ്പെട്ടു. അതിന് തയ്യാറാകാത്ത രണ്ട് കമ്പനികളാണ്. ആ രണ്ട് കമ്പനികളിലെയും ഏറ്റവും മേജർ ഷെയർ ഹോൾഡർ ബിൽ ഗേറ്റ്സ് ആണ്. അതാണ് അതിനകത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മൃഗങ്ങൾ വളരാൻ ഒരുപാട് സ്ഥലങ്ങൾ വേണ്ടി വരും, അല്ലെങ്കിൽ വളർത്താൻ സംരക്ഷിക്കാനായിട്ട് കൂടുതൽ ലാൻഡ് വേണ്ടി വരും. തീറ്റ നമ്മൾ കൊടുക്കേണ്ടി വരും, അത് ഫെർട്ടിലൈസർ കൊടുക്കേണ്ടി വരും, വെള്ളം കൊടുക്കേണ്ടി വരും. അതുപോലെ പ്രോട്ടീൻസ്, കലോറി ഈക്വലന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിന് കൊടുക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഈ പശു വളർത്തൽ, പോത്തു വളർത്തൽ തുടങ്ങിയ മൃഗവളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്ന് മീഥേൻ ഗ്യാസ് പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒരു പഠനം കാണിച്ചിരിക്കുന്നത് ഏതാണ്ട് 41% ആണ് മീഥേൻ ഗ്യാസ് ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കുട്ടികളെ പരിസ്ഥിതി സൗഹൃദമായി ജീവിക്കാനായിട്ട് പഠിപ്പിക്കുക, അതിനുവേണ്ടി നമ്മൾ വാദിക്കുക, നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പരിസ്ഥിതി സൗഹൃദവുമായി ബന്ധപ്പെട്ട് വേണം ചെയ്യാൻ. കാര്യം നമ്മൾ സാങ്കേതിക വിദഗ്ധരാണ്. അപ്പൊ സാങ്കേതിക വിദഗ്ധരാകുമ്പോൾ നിങ്ങൾ ഭാവിയിൽ വിദ്യാർത്ഥികൾ തൊഴിൽശാലകളിലേക്ക് പോകുമ്പോൾ അവിടെ ചെയ്യുന്ന ഒരു ജോലി ചെയ്യുമ്പോൾ അത് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷമാണോ എന്ന് ആലോചിച്ച് വേണം ചെയ്യാൻ. അതിനുള്ള പരിശീലനം ഇപ്പോഴേ തുടങ്ങേണ്ടതുണ്ട്. ഇതാണ് പൊതുവിൽ എനിക്ക് പറയാൻ. ഇനി തിരിച്ച് നമ്മുടെ കോളേജിലേക്ക് വരികയാണെങ്കിൽ,
മിഷൻ ഗ്രോ ഗ്രീൻ എന്ന് പറയുന്ന പദ്ധതി, ക്രിയേറ്റിംഗ് എ ജനറേഷൻ ഫോർ റീക്രിയേറ്റിംഗ് അവർ വേൾഡ് എന്നുള്ള പദ്ധതിയിൽ നമ്മളിവിടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഒരു വളരെ വിശാലമായ ഒരു കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. കാര്യം നടക്കാൻ വേണ്ടിയാണ് ആ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. ആ കമ്മിറ്റിയുടെ കോർഡിനേറ്റർ സൗമ്യ MS ആണ്, കൺവീനർ അരുൺ ഗോപിനാഥാണ്. എല്ലാ HODമാരും അതിനകത്തുണ്ട്. ഭൂമിത്ര സേന കോർഡിനേറ്ററും ഭൂമിത്ര സേന അംഗങ്ങളും ഉണ്ട്. സ്റ്റാഫ് ക്ലബിന്റെ സെക്രട്ടറിയും ട്രഷററും ഉണ്ട്. PTA സെക്രട്ടറിയും ട്രഷററും ഉണ്ട്. CECയുടെ മാനേജറും പിന്നെ ഹരിത ക്യാമ്പസിന്റെ ടീമിന്റെ അംഗങ്ങളും ഉണ്ട്. ഇനി അതിനകത്ത് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള റെപ്രസെന്റേറ്റീവുകളും കൂടി ഇതിനകത്ത് വരും. അപ്പൊ അതിനകത്ത് 7 സ്റ്റെപ്പുകളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഒരു കൊല്ലം ചെയ്യാനായിട്ടുള്ള 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് കമ്മിറ്റി ഫോം ചെയ്യുന്നതും ക്യാമ്പസിനകത്തുള്ള ഒരു എൻവയോൺമെന്റൽ റിവ്യൂവിന്റെ പ്രാഥമിക പഠനവും നടത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിനങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോളേജിനകത്ത് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടാകുക എന്നുള്ളതാണ്. രണ്ടാമത് ഒരു വെജിറ്റേഷൻ ഗാർഡൻ, വെജിറ്റബിൾ ജൈവ കൃഷി, പച്ചക്കറി കൃഷിയുടെ തോട്ടം ഉണ്ടാക്കുക. മൂന്നാമത് നമ്മളിവിടെ ഒരു മിനി ഹൈഡൽ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നു. മിനി ഹൈഡൽ പ്രോജക്റ്റ് ഈ ഒരു വലിയ ക്യാമ്പസിനകത്ത് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുകയും അതിനകത്ത് നിന്ന് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുകയും ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ലാബുകളിൽ ഡീസൽ ഉപയോഗിക്കുന്നതിന് പകരം ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഡീസലിന്റെ കൺസംഷൻ കുറയ്ക്കുകയും നമ്മളുടെ വെള്ളത്തിൽ നിന്ന് മിനി ഹൈഡൽ പ്രോജക്റ്റിന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാനും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻവയോൺമെന്റിന് അത് ഒരുപാട് സപ്പോർട്ടീവായിരിക്കും. അത് വിജയിക്കുകയാണ് എങ്കിൽ അത് മറ്റ് സ്ഥാപനങ്ങളിലും ഇത് ചെയ്യാം എന്നുള്ള ഒരു സൂചന നമുക്ക് പുറത്തു കൊടുക്കാനും കഴിയും. നാലാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോളി ഹൗസ് ആണ്. പോളി ഹൗസ് കൊണ്ട് വിഭാവനം ചെയ്യുന്നത് മറ്റൊരു കാലാവസ്ഥ ഇവിടെ സിമുലേറ്റ് ചെയ്ത് ആ കാലാവസ്ഥയിൽ വളരുന്ന ഔഷധ ചെടികളും അങ്ങനെയുള്ള പ്രത്യേകതരം ചെടികളും വളർത്തുക എന്നുള്ളതാണ്. അതും വിജയകരമാകുകയാണെങ്കിൽ അത് നമുക്ക് പുറത്ത് ബാക്കി ഇടങ്ങളിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി, ക്ലീനിങ്ങിന് വേണ്ടി, സാനിറ്റൈസിങ്ങിന് വേണ്ടി വളരെ ലളിതമായി ഉപയോഗിക്കാൻ കഴിയുന്നതും സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ടൂൾസ്, പിക്കാസുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്. റോഡുകൾ വൃത്തിയാക്കാനായിട്ട് ഇപ്പൊ നിങ്ങൾ കാണാം, വഴിയിൽ കോർപ്പറേഷനിലെ ആൾക്കാർ, മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർ ഒരു ചൂല് കൊണ്ട് തൂത്തു പോവുക. സെമി ഓട്ടോമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലിഭാരം കുറയും. അത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിസരങ്ങളെല്ലാം വൃത്തിയായി കിടക്കും, നമ്മുടെ ക്യാമ്പസ് വൃത്തിയായി കിടക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ ടൂൾസ് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് പോവുകയാണ്. അത് ഈ 15-ാം തീയതി അത് ഇവിടെ ആരംഭിച്ചിരിക്കും. വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടി വിദ്യാർത്ഥികളായിരിക്കും ഇതിലെ മുഖ്യ പങ്കാളികൾ. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതുപോലെ ക്യാമ്പസിനകത്ത് ലൈറ്റിംഗ് നടത്താനായിട്ട് സോളാർ ഉപയോഗിക്കാൻ പോകും, സോളാർ ലൈറ്റിംഗ്. പിന്നെ 2 തരം വേസ്റ്റ് നമ്മുടെ ക്യാമ്പസിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ബയോ വേസ്റ്റും നോൺ ബയോ വേസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ്. ഈ 2 വേസ്റ്റുകളെയും പ്രോസസ് ചെയ്യാൻ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് പ്ലാസ്റ്റിക്കിനെ ഫ്യൂലാക്കാമെന്ന് പറയുന്നുണ്ട്, എയറോബിൻസ് വെക്കാമെന്ന് പറയുന്നുണ്ട്, ബയോഗ്യാസ് പ്ലാന്റ് വെക്കാമെന്ന് പറയുന്നുണ്ട്. കൂടുതൽ നിർദ്ദേശങ്ങൾക്കായിട്ട് നമ്മൾ കാത്തു നിൽക്കുകയാണ്. ഇത്തരം നിർദ്ദേശങ്ങൾ വരുന്നതനുസരിച്ച് ഈ നിർദ്ദേശങ്ങളിനകത്ത് ഏറ്റവും ഉചിതമായ ഒരെണ്ണം സ്വീകരിക്കുകയും അതൊരു മോഡലാക്കി മാറ്റുകയും ചെയ്യും. ജാപ്പനീസ് ടെക്നോളജി അനുസരിച്ചുള്ള മിയാക്കാവി ഫോറസ്റ്റ് ഇവിടെ അതിന്റെ ഒരു രൂപകൽപ്പന ചെയ്യണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പലതും വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങൾ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യുക, യൂസ്ഫുൾ സാധനങ്ങളായിട്ട് മാറ്റുക എന്നുള്ളൊരു പദ്ധതിയും കൂടി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സമയബന്ധിതമായിട്ടാണ് ചെയ്യുന്നത്. ഇത് 6 മാസത്തേക്കുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറോടുകൂടി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ഫലപ്രാപ്തിയിലെത്തിയിരിക്കും. വിദ്യാർത്ഥികളുടെ പങ്ക് ഇതിനകത്ത് വളരെ പ്രധാനമാണ്. 6 മാസം കഴിഞ്ഞ് ഈ ക്യാമ്പസിനകത്ത് വരുമ്പോൾ ഇതൊരു ടെക്നിക്കൽ ക്യാമ്പസ് ആണെന്ന് തോന്നുകയും മെക്കാനിക്കൽ വിദ്യാർത്ഥികളുടെയും ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികളുടെയും കമ്പ്യൂട്ടർ വിദ്യാർത്ഥികളുടെയും ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥികളുടെയും സഹായത്തോടുകൂടി ഇത്തരം ഉപകരണങ്ങൾ അവരുടെ പാഠ്യ വിഷയവുമായി ബന്ധപ്പെടുത്തി തന്നെ നമ്മൾ ഉണ്ടാക്കുകയും അത് പ്രൊഡക്ഷൻ സെന്റർ വഴി നമ്മൾ വിൽപ്പന നടത്തുകയും പഠിക്കുന്നതിനോടൊപ്പം തന്നെ സമ്പാദ്യം ഉണ്ടാക്കാവുന്ന ഒരു രീതിയിലേക്ക് മാറുകയും ചെയ്യുക എന്നുള്ളതാണ് മിഷൻ ഗ്രോ ഗ്രീന്റെ ഉദ്ദേശം എന്നുള്ളത്. എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കാൻ കഴിയും എന്നുള്ള വിവരവും പറയുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഇല്ല, 22 പേരോളം മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികളും നമ്മുടെ മിഷൻ ഗ്രോ ഗ്രീനിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ ബാക്കിയുള്ള വിദ്യാർത്ഥികളോട് കൈമാറുക തന്നെ വേണം. നമ്മുടെ പോളിടെക്നിക്കിൽ മിഷൻ ഗ്രോ ഗ്രീൻ ആക്കുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ക്യാമ്പസിനോട് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിനോട് മാത്രമല്ല, ഭാരതത്തിനോട് മാത്രമല്ല, നമ്മുടെ ഗ്ലോബിനോടും കൂടി നമ്മൾ ഒരു സഹായം അല്ലെങ്കിൽ നമ്മുടെ ബാധ്യത നിറവേറ്റുന്നതായിട്ട് കണക്കാക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും മിഷൻ ഗ്രോ ഗ്രീൻ എന്ന പദ്ധതി ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഹലോ, ഹലോ. ഇനി സാറിന്റെ വാക്കുകൾക്ക് നന്ദി. ഇനി നമുക്ക് ആദിത്യയുടെ ഒരു ചെറിയ പാട്ട് കേൾക്കാം. ഹലോ. ഹലോ, ആദിത്യ പാടിക്കോളൂ. ആദിത്യ, അപർണ. മണ്ണൊരുക്കാം കൂട്ടരെ, മനസ്സൊരുക്കാം കൂട്ടരെ, മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. മണ്ണൊരുക്കാം കൂട്ടരെ, മനസ്സൊരുക്കാം കൂട്ടരെ, മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. വിതച്ചു നേടിയ നാടിത്, കൊയ്തു നേടിയ നാടിത്, മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. നീർ നിറഞ്ഞ തടത്തിനായി ഒത്തുചേരാം കൂട്ടരെ, മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. തണലു തീർക്കാൻ കുട നിവർത്തി മരങ്ങൾ നിൽക്കും മണ്ണിന്, മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. കരുത്താവൂ മണ്ണിന്, കാവലാവൂ മണ്ണിന്, മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. പൊന്നു വിളയും മണ്ണിന് പൊന്നുപോലെ കാക്കണം, മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. കാലം കാക്കും സ്വപ്നമെല്ലാം സഫലമാക്കാം കൂട്ടരെ, മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. മണ്ണൊരുക്കാം കൂട്ടരെ, മനസ്സൊരുക്കാം കൂട്ടരെ, മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ. നന്ദി, നമസ്കാരം. ഇനി സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് നമ്മളോട് സംസാരിക്കാനായിട്ട് എല്ലാ ക്ലാസ്സിൽ നിന്നും ഓരോ കുട്ടികൾ സന്നദ്ധരായി വന്നിരുന്നു. അപ്പൊ ആദ്യമായിട്ട് അപർണ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിനെ റെപ്രസെന്റ് ചെയ്ത് അപർണ. അപർണ ഉണ്ടല്ലോ. അപർണ.
നമ്മൾ പിന്നീട് ജോയിൻ ചെയ്യുമായിരിക്കും. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സൂര്യൻ. ഹലോ അതെ സർ, കേൾക്കുന്നില്ല ടീച്ചർ. ഹലോ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഷാജിൽ അന്തർ സാർ, നമ്മുടെ സൗമ്യ ടീച്ചർ, മറ്റ് അധ്യാപകരുടെ കൂട്ടുകാരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അല്ല ടീച്ചർ, കേൾക്കാം. ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ എന്നാ ചോദിച്ചേ. ഹലോ കേൾക്കുന്നുണ്ട്. അവരുടെ സംസാരിച്ചോളൂ, കേൾക്കാം. ഹലോ ടീച്ചർ, കേൾക്കാവോ? അപർണ കേൾക്കാം, പറഞ്ഞോളൂ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവന്റെ അടിസ്ഥാനം തന്നെ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയാണെന്ന്. നമ്മെ സംരക്ഷിക്കുന്ന ഹലോ അപർണ നമ്മളോട് ജോയിൻ ചെയ്യുമായിരിക്കും. നമുക്ക് അടുത്തതായി സൂര്യൻ, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സൂര്യൻ. ഹലോ കേൾക്കാം ടീച്ചർ. കേൾക്കാം. സൂര്യൻ, കേൾക്കാം, സംസാരിച്ചോളൂ. ജൂൺ 5 പരിസ്ഥിതി ദിനമായി നമ്മൾ ആചരിക്കുകയാണ്. നമുക്ക് നമ്മുടെ പരിസ്ഥിതിക്ക് നമുക്ക് ഒരു ദിനം മാറ്റി വയ്ക്കുന്നത് തോന്നിയതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ദിനം ആചരിക്കുന്നത്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ആചരിക്കേണ്ട ഒരു ദിവസം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രകൃതിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് അങ്ങനെ ആ ഒരു രീതിയിലൂടെ. ഇപ്പോൾ ഈ കൊറോണയുടെ ഫസ്റ്റ് വേവ് വന്നതോടുകൂടി പ്രകൃതി ഒരു റീസെറ്റ് ബട്ടൺ അമർത്തിയത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. എല്ലാം പ്രകൃതിയുടെ ഒരു എന്താ പറയാ, എല്ലാ ജീവികൾക്കും ഒരു അവിടെ എല്ലാം ഒരു ജീവിത സാഹചര്യം തന്നെ മാറിയിരിക്കുകയാണ് നമ്മൾ ഈ മനുഷ്യരുടെ ഇടപെടൽ ഇല്ലാതായപ്പോൾ. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ എപ്പോഴും ഉണ്ടാവണമെന്നല്ല ഞാൻ പറയണത്. നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. നമ്മളും അവരും ഈ ഭൂമിയിലെ ഒരു ജീവജാലങ്ങളാണ്, നമ്മോടൊപ്പം കഴിഞ്ഞു പോവേണ്ടവരാണെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം, അവർക്ക് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ സൂര്യൻ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ നമുക്ക് എന്നാല് അടുത്ത ആളിലേക്ക് പോകാം. താങ്ക് യു സൂര്യൻ. സൂര്യൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം നമ്മളോട് പരിസ്ഥിതി ഓർക്കാൻ വേണ്ടി നമ്മൾ ഒരു ദിവസം മാറ്റി പറഞ്ഞാൽ ആ ഒരു ദിവസം മാത്രം മാറ്റി വയ്ക്കുക എന്നല്ല, നമ്മുടെ ചിന്തകളിൽ കൂടുതലായി പ്രകൃതി കടന്നു വരേണ്ട ഒരു ദിവസമാണ്. തുടർന്നുള്ള ദിവസങ്ങൾ ഈ ദിവസത്തെ ചിന്തകളിൽ നിന്ന് ഒരിത്തിരിഞ്ഞ പ്രവർത്തികളിലേക്ക് തുടർന്നുള്ള ദിവസം പോകണം എന്നാണ് നമ്മൾ ദിനാഘോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നമുക്ക് ഇലക്ട്രിക്
ഡിപ്പാർട്ട്മെന്റിനെ റെപ്രസെന്റ് ചെയ്ത് ആദിത്യ മുരളി സംസാരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗുഡ് മോർണിംഗ്. കേൾക്കാവോ ടീച്ചർ? ഗുഡ് മോർണിംഗ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ, അധ്യാപകരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നമ്മളെല്ലാവരും കുട്ടിക്കാലം മുതൽ തന്നെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരും. 1973 പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ലോക ഐക്യരാഷ്ട്ര സംഘടന ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്നാൽ എന്താണ് പരിസ്ഥിതി? നാം ജീവിക്കുന്ന ചുറ്റുപാടും ചേർന്നതാണ് നമ്മുടെ പരിസ്ഥിതി. നമ്മൾ ജീവിക്കാൻ നമുക്ക് ആവശ്യമായ വായു, ജലം, മണ്ണ്, പ്രധാനമായും പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവയെ ഇങ്ങനെ മൂന്നായി തിരിക്കാം. നമ്മൾ ഇവയിൽ ഏതിലേക്ക് കടന്നു കയറുന്ന ഏതൊരു കടന്നുകയറ്റവും നമ്മുടെ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ എത്രത്തോളം ബാധിക്കുന്നുവെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. 44 നദികളുള്ള കേരളത്തിൽ ഉണക്കുകാലമായാൽ വരൾച്ചയും മഴക്കാലമായാൽ വെള്ളപ്പൊക്കവും വരുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതിനേക്കാളേറെ മഴ പെയ്തിട്ടുള്ള മുൻ കാലഘട്ടങ്ങളിൽ പോലും വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായത് വളരെ കുറഞ്ഞ സമയങ്ങളിൽ മാത്രമാണ്. എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഉദാഹരണമല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ വാർത്തകളിൽ സ്ഥിരം കാണുന്ന നമ്മൾ വാർത്തകളിൽ കാണുമ്പോൾ പ്രകൃതി ദുരന്തങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് മേൽ കടന്നു കയറുമ്പോൾ അത് നമ്മൾക്ക് ഉള്ള ഒരു തിരിച്ചടി. നമ്മൾ അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള പ്രതിരോധം എന്ന നിലയിലാണ് നമ്മൾ അതിനെയെല്ലാം കാണേണ്ടത്. ഒരു മരം മുറിക്കുമ്പോഴോ ഒരു കുന്നിടിച്ച് നിരത്തുമ്പോഴോ നമ്മൾ എത്രയോ വ്യാകുലരാകുന്നു എന്ന് സ്വയം അഭിപ്രായപ്പെടുമ്പോൾ നമ്മൾ കഴിക്കുന്ന മുട്ടായിത്തൊലികൾ പോലും വലിച്ചെറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന പേനയുടെ പ്ലാസ്റ്റിക് ചട്ടക്കൂടുകൾ പോലും പ്ലാസ്റ്റിക് കൂടുകൾ പോലും വലിച്ചെറിയുന്നത് നമ്മുടെ പരിസ്ഥിതിക്ക് മേൽ ഏൽപ്പിക്കുന്ന ആഘാതം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയരുത്, പ്ലാസ്റ്റിക് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വാതോരാതെ സംസാരിക്കുന്നവർ പോലും ആരും കാണാതെ പ്ലാസ്റ്റിക് കൂട്ടമായിട്ട് കത്തിക്കുമ്പോൾ അത് നമ്മുടെ പരിസ്ഥിതിയെ എത്രത്തോളം ബാധിക്കുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ കൊറോണ കാലഘട്ടം 1.5 വർഷത്തോളമായി എല്ലാവരെയും ലോകത്തെ ആകമാനം വീടിനകത്തിരുത്തുവാൻ ശീലിപ്പിച്ച ഈ കൊറോണ കാലഘട്ടത്തിൽ ഓസോൺ പാളിയുടെ ഉണ്ടായ ശോഷണങ്ങൾ പലതും അടയ്ക്കപ്പെട്ടുവെന്നും ഓസോൺ പാളിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ 70% പരിഹരിക്കപ്പെട്ടുവെന്നും ശാസ്ത്ര വിഭാഗങ്ങൾ പറയുമ്പോൾ പ്രകൃതി സ്വയം നമ്മൾ അവയെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ വീട്ടിലിരുത്തിയായാലും അത് സ്വയം അതിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി വേണം നമ്മൾ ഇതിനെ കണക്കാക്കുവാൻ. നമ്മൾ പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ചില ആൾക്കാരുടെ പേരുകൾ എടുത്തു പരാമർശിക്കാതെ പോയാൽ അതൊരു നന്ദികേടായിരിക്കുമെന്ന് തോന്നുന്നു. ഈ മെയ് 21 മരണപ്പെട്ടു പോയ ഈ പ്രകൃതി ഏറ്റവും ജീവന തുല്യം സ്നേഹിച്ച ഹിമാലയൻ വനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ചിപ്കോ പ്രസ്ഥാനം എന്ന നിലയിൽ പോരാടിയ, വൻകിട ഡാമുകൾ കെട്ടുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ച ഡോക്ടർ സുന്ദർലാൽ ബഹുഗുണ എന്ന ആ ഒരു മനുഷ്യൻ ഒരു ചെറിയ ജീവിതം കൊണ്ട് ഈ പ്രകൃതിക്ക് വേണ്ട ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്ത ആ ഒരു മനുഷ്യൻ കേരളത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് തൻ്റെ കവിതകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് കാട്ടിത്തന്ന സുഗതകുമാരി ടീച്ചർ തുടങ്ങിയ ഒരുപാട് പേരുടെ അറിയപ്പെടുന്നതും അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് പേരുടെ വിയോഗത്തിനും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ സാക്ഷ്യരായി. അവരുടെ എല്ലാവരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഈ അവസരത്തിൽ ഞാൻ പ്രണാമർപ്പിക്കുന്നു. ഒരു മനുഷ്യന്റെ സന്തോഷത്തിനുള്ള ഏറ്റവും പ്രധാനമായ കാരണം അവർ പ്രകൃതിയോടുള്ള ബന്ധമാണെന്ന് പറഞ്ഞ ലിയോ ടോൾസ്റ്റോയുടെ വാചകത്തെ ഞാൻ കടമെടുത്തുകൊണ്ട് പറയുന്നു. അതെ, ഒരു മനുഷ്യന് സന്തോഷം കണ്ടെത്തണമെങ്കിൽ അവൻ ചിന്തിക്കേണ്ടത് അവൻ്റെ സൗകര്യങ്ങളിലല്ല, അവൻ്റെ സമ്പത്തിലല്ല, അവനുള്ള ബന്ധങ്ങളിലല്ല, മറിച്ച് അവന് പ്രകൃതിയായി അറിഞ്ഞു നൽകിയ ജീവൻ എന്ന് പറയുന്ന ശ്വാസം, നമുക്ക് ജീവിക്കാൻ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ശ്വാസം, ജലം, ശുദ്ധമായ മണ്ണ്, ആഹാരം, ഇവയെല്ലാം അവന് കനിഞ്ഞു വിതരണം ചെയ്യുന്ന ഈ പ്രകൃതിയോടാണ് നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ആ ഒരു തിരിച്ചറിവിലേക്കാണ് എത്തത്. പ്രകൃതി എന്ന് പറയുന്നത് ദിവസം പ്രതി അനന്തമായ സൗകര്യങ്ങളും അനന്തമായ സൗന്ദര്യവും നമുക്ക് സമ്മാനിക്കുന്ന ഒരു പെയിന്റിംഗ് ആണെന്ന് പറഞ്ഞ ജോൺ റസ്കിൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആർട്ട് ക്രിറ്റിക്കിന്റെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് അതെ, ഓരോ ദിവസവും വർണ്ണശബളമായ ഒരു പ്രകൃതിയെ ഒരുക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും ഒത്ത് കൈകോർക്കാമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അച്ഛനെ ഓർക്കാനും മദേഴ്സ് ഡേയിലും ഫാദേഴ്സ് ഡേയിലും അച്ഛനെയും അമ്മയെയും ഓർക്കുവാൻ എന്തിനാണ് ഒരു ദിനമെന്ന് ചോദിക്കുന്ന നമ്മൾക്ക്, നമ്മെ കനിഞ്ഞനുഗ്രഹിക്കുന്ന നമ്മുടെ ഈ പ്രകൃതിയെ സ്നേഹിക്കുവാൻ എന്തിനാണ് ഒരു ദിവസം എന്ന് നമ്മൾ ചോദിക്കാത്തത് എന്തുകൊണ്ട്? അവിടെ നിന്ന് നമുക്ക് അതിന്റെ ഉത്തരം കണ്ടെത്തുവാൻ കഴിയും. അതെ, അച്ഛനെ ഓർമ്മിക്കുവാനും അമ്മയെ ഓർമ്മിക്കുവാനും
അനിയനെയും അനിയത്തെയും ഓർമ്മിക്കുവാനും ഒരു ദിവസം വേണ്ടെങ്കിൽ നമ്മെ കരുതി നമ്മെ പൊന്നു മക്കളെപ്പോലെ സ്നേഹിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ നയിക്കുന്ന നമ്മുടെ പ്രകൃതിയെ ഓരോ നിമിഷവും നമ്മൾ ഓർക്കുന്നു എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ആ പ്രകൃതിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ആദർശ്. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസ അർപ്പിക്കാനും നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹകരണവും നൽകി നമ്മുടെ അധ്യാപകർ ഓരോരുത്തരും പങ്കെടുത്തിട്ടുണ്ട്. ഷൈൻ സർ. ഹലോ ഹലോ കേൾക്കാമോ? ഹലോ 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 ടീച്ചർ കേൾക്കാമോ? ഓ, അപ്പോ നമ്മുടെ വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആയി ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ വേൾഡ് എൻവയോൺമെന്റൽ ഡേ ആയി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഗവൺമെന്റ് സർവീസിലെ ആദ്യത്തെ സ്ഥാപനമായ നമ്മുടെ ടെക്നിക്കൽ ഹൈസ്കൂൾ വണ്ണപ്പുറം ഉണ്ട്, ഇടുക്കി. അവിടെയാണ് എനിക്കിപ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത്. കാര്യം അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. നമ്മൾ ഒരുപാട് വീടുകളിലും മറ്റുമായി നമ്മൾ തന്നെ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ച് വനം വകുപ്പും അതുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ സ്കൂളിന്റെ അടുത്ത് തന്നെയായിരുന്നു അന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ഉണ്ടായിരുന്നത്. മരത്തൈകളൊക്കെ തലേ ദിവസം തന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന്, അതായത് എല്ലാ കുട്ടികൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട 5 തരത്തിലുള്ള കൊടുക്കാൻ വണ്ണം എന്നുള്ള രീതിയിൽ നമ്മൾ സ്കൂളിൽ നടാനും അതുപോലെ കുട്ടികൾക്ക് വീട്ടിൽ കൊണ്ടുപോയി നടാനും വേണ്ടി നമ്മൾ മരത്തൈകളൊക്കെ തലേ ദിവസം തന്നെ പോയി ശേഖരിച്ച് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നെല്ലാം കൊണ്ടുവന്ന് പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ഇനാഗുറേഷൻ ഒക്കെ നടത്തി സ്കൂളിന്റെ പരിസരത്തെല്ലാം വൃക്ഷത്തൈകളും നട്ട് കുട്ടികൾക്കും നമ്മൾ തന്നെ അത് ഓരോരുത്തർക്കും വിതരണം ചെയ്ത് അങ്ങനെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ അതുപോലെ ചേലക്കരയിൽ ഒരുപാട് സ്ഥലമാണ്, ചേലക്കര പോളിയിൽ. അപ്പോൾ അവിടെയും നമുക്ക് കോളേജിന്റെ പുറകു സൈഡിൽ കാട് പോലെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലെ നടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ 2019 കോവിഡ് കാരണം നമുക്ക് 2020 അതുപോലെ 2021 ഒക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് വേൾഡ് എൻവയോൺമെന്റ് ഡേ ആയി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള കുറേയധികം പാരിസ്ഥിതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും അതിനെല്ലാം നമ്മൾ അവഗണിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ കോളേജിന്റെ ഭാഗത്ത് നിന്ന് വേൾഡ് എൻവയോൺമെന്റൽ ഡേയുമായി ബന്ധപ്പെട്ട് ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വൃക്ഷത്തൈകൾ നടുന്നതും അതുപോലെ വെബിനാറും ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ എല്ലാ കുട്ടികളും നമ്മൾ വീടിന്റെ ഉള്ളിലാണെങ്കിലും നമ്മുടെ മനസ്സിലും നമ്മുടെ പ്രവൃത്തിയിലും ചിന്താഗതിയിലും അതുപോലെ നമ്മുടെ
ഭാവിയിലും നമ്മുടെ പ്രകൃതിയാണ് നമുക്ക് ഏറ്റവും വലുത്. ഇത് പ്രകൃതിയാണ് എല്ലാത്തിനും, മറ്റെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയോടാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനും അതിനെ സംരക്ഷിക്കാനും അതിനുവേണ്ടിയുള്ള നല്ല നല്ല നിർദ്ദേശങ്ങൾ പിന്തുടരാനും അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കാനും അതിൻ്റെ ആ ഒരു വ്യവസ്ഥ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരും അതുപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടതുമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരിസ്ഥിതി ദിനം ആശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു എല്ലാ പ്രോഗ്രാമും കോർഡിനേറ്റ് ചെയ്ത നമ്മൾ അധ്യാപകരോടും നന്ദി അറിയിച്ചുകൊണ്ടും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ സാറിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.